ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ സാൻസ്ക്രിറ്റിൻ്റെ പ്രീ ബോർഡായിരുന്നു. സാൻസ്ക്രിറ്റിന് വേണ്ടി ഞാൻ പഠിച്ചതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോഷ്യലിന് വേണ്ടി ഞാൻ പഠിച്ചത് മാത്രമേ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. സാൻസ്ക്രിറ്റിൻ്റെ പ്രീ ബോർഡിന് എനിക്ക് ഇംഗ്ലീഷിൻ്റെ പ്രീ ബോർഡിൻ്റെ സെയിം അവസ്ഥയായിരുന്നു. പഠിക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ എടുത്ത് വെച്ചു. കാരണം ലാസ്റ്റ് എക്സാം സോഷ്യലാണ്, അതിന് ഒരു ദിവസം മാത്രമേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിലൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ എടുത്ത് വെച്ച് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തു. കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും സോഷ്യൽ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ഏകദേശം സിലബസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് മാത്രം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഗൈസ്, നമ്മൾ ഇന്നലെ 600 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ ഈ ഒരു ഗ്രോത്ത് പെട്ടെന്ന് 600 ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇന്നലെ തന്നെ 600 ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 സബ്സ്ക്രൈബേഴ്സും കൂടെ മതിയായിരുന്നു 600-ന്. ആൻഡ് ഞാൻ വിചാരിച്ചു ഇന്നായിരിക്കും ആവുന്നത്, ഇന്നലെ ആവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി അത് സംഭവിച്ചു. ആൻഡ് നമ്മളിപ്പോൾ 605 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഞാനിപ്പോൾ നോക്കിയെടുത്ത് വരെ 605 ആണുള്ളത്. സോ അതിൻ്റെ സന്തോഷത്തിലും കൂടെയാണ് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് ആലോചിക്കുന്നുണ്ട്, ഇത്രയും പേര് എന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതിനൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മുടെ ടൂറ് പോയതിൻ്റെ വീഡിയോയ്ക്ക് 2K വ്യൂസ് ആയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം. അതിനിടെ ഞാൻ ക്യാമറയിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തിരുന്ന് പഠിച്ചാലുള്ള മെയിൻ പ്രശ്നം ഇതാണ്, ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കും പുറത്തോട്ട്, ആരൊക്കെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റ് ആയാൽ മാത്രമേ ലേറ്റ് നൈറ്റ് എന്നല്ല, ഒരു 8 മണിയൊക്കെ ആയാൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങിട്ട് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ അതിൻ്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ. എൻ്റെ പ്രീ ബോർഡ് തീരുന്നത് 23-ാം തീയതിയാണ് പ്രീ ബോർഡ് 2 തീരുന്നത്. അതോടെ ബാക്കി എല്ലാവർക്കും അവധിയായിരിക്കും. ഞങ്ങൾക്ക് ക്ലാസ്സിൽ വീണ്ടും പോകണം. രാവിലെ ഒരു 8:30 തൊട്ട് 1:30 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ റെമഡിയൽ ബാച്ചാണ്. സ്പെഷ്യൽ റെമഡിയലോ അങ്ങനെന്താണ്ട് എൻ്റെ ബാച്ചിൻ്റെ പേര്. അപ്പോൾ അവർക്ക് മാത്രം കയറിയാൽ മതി. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ പറഞ്ഞു തന്ന് എന്നെ തന്നെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേയിൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് തന്നെ കുറച്ചും കൂടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടും. നമ്മളെന്താണ് പഠിക്കുന്നത്, പിന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു ഇരുന്നിരുന്ന്. കുറേ നേരം ഞാൻ ഇരിക്കുന്നു. ആൻഡ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ചായുള്ളൂ. അത് ഫോൺ ഞാൻ കുത്തിയിട്ടേക്കുമായിരുന്നു. ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല. കുത്തിയിടാനൊക്കെ ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ സാൻസ്ക്രിറ്റ് പഠിക്കുന്നതൊക്കെ എൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ടാണ്. ലാപ്ടോപ്പ് ഇപ്പോൾ ഹാങ് ആയതുകൊണ്ടാണ് ലാപ്ടോപ്പ് നിങ്ങൾ ഈ ക്ലിപ്പിലൊന്നും കാണാത്തത്. അതുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സാൻസ്ക്രിറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്രേക്ക് എടുത്തു. കിറ്റ്കാറ്റ് കഴിച്ചു. അടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് എൻ്റെ നോട്ട്. അപ്പോൾ ഈ ഒരു രജിസ്റ്ററിലാണ് ഞാൻ കംപ്ലീറ്റ്ലി സോഷ്യലിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു രജിസ്റ്റർ പക്ക സെറ്റാണ്. ഫുൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ അതിനകത്താണ് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പേന വെച്ച് എന്തൊക്കെയൊക്കെയോ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാൻ പാടില്ല എന്തൊക്കെയാണ്. കാരണം കുറേ നേരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്താവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞങ്ങളുടെ സ്കൂളിലെ പിന്നെ പ്രീ ബോർഡ് 3 തുടങ്ങാൻ പോകുന്നത് ജാനുവരി 2nd വീക്കാണെന്നാണ് ഞാൻ ഇപ്പോൾ കേട്ടേക്കുന്നത്. അത് കറക്റ്റാണെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ മിക്കവാറും ജാനുവരി 2nd വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നാലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ റിസൾട്ട് തരാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ വഴക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു വഴക്കും കൊണ്ട് നമുക്ക് ബോർഡ് എക്സാം എഴുതാനും പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ജാനുവരി 2nd വീക്കൊക്കെ ആകുമ്പോഴേക്കും പ്രീ ബോർഡ് 3 തുടങ്ങും. അപ്പോൾ ഏതായാലും പ്രീ ബോർഡ് 2ൻ്റെ അവസാനത്തെ എക്സാം എനിക്ക് ഒരു എക്സാം കൂടെ ഉള്ളത് സോഷ്യൽ സയൻസ് ആണ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കണ്ടൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ യൂട്യൂബേഴ്സ്, സ്റ്റഡി വ്ളോഗേഴ്സ് തന്നെ ഇത് ചെയ്താൽ കണ്ടിട്ടുണ്ട്. ഞാൻ സ്റ്റഡി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ കാണുന്നത്. കാരണം അതിനെ റിലേറ്റ് ചെയ്ത് എനിക്കും വീഡിയോ ഇടാനുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു കണ്ടൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, അതിനെക്കാട്ടും വലുതാണിത്. എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനലി ഞാനിത് സോഷ്യൽ സയൻസിൻ്റെ എക്സാമിൻ്റെ തലേന്ന് ചെയ്യാനങ്ങ് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലേ എനിക്കത് എന്തായാലും എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു തന്നെ ഇരിക്കുമായിരുന്നു. വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ഞാൻ മറന്നു പോകും. ഞാൻ എപ്പോഴാണോ വീഡിയോ ലെക്ചർ കേൾക്കുന്നത് ആ സമയത്തായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്.
പക്ഷേ എനിക്ക് ആ വീഡിയോ ലെക്ചർ കേട്ട് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്തേക്ക് ഫോണിൻ്റെ ബാറ്ററി ലോ ആയിരിക്കും, ഞാൻ കൊണ്ടുപോയി കുത്തിയിടും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ ലെക്ചറൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സാൻസ്ക്രിറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അത്യാവശ്യം പാടായിരുന്നു. പ്രീ ബോർഡ് 1 വെച്ച് നോക്കുമ്പോൾ പ്രീ ബോർഡ് 2 നല്ല പാടായിരുന്നു. പ്രീ ബോർഡ് 1 വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ആ രീതിയിലാണ് ആ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രീ ബോർഡ് 1ൻ്റെ പേപ്പർ അടിപൊളിയായിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ. ഭയങ്കര ചില വേർഡ്സൊന്നും നമുക്ക് മനസ്സിലാവില്ല. കുറേ പ്രാവശ്യം വായിച്ച് നോക്കിയാൽ അത് എന്താണ് അതിനകത്ത് കൊടുത്തേക്കുന്നതെന്നെങ്കിലും മനസ്സിലാവുള്ളൂ. ഞാൻ ഇരുന്നിരുന്ന് കുഴഞ്ഞ് കുറേ നേരം നോക്കിയിട്ടാണ് എനിക്ക് ആ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലായത്. ചില വേർഡ്സിന് അർത്ഥം പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചില MCQ പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് മിക്ക തന്നിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ഐറ്റംസാണ് കൂടുതലുള്ളത്. നമ്മൾ അതിൻ്റെ അകത്ത് എന്താണോ ഉള്ളത് അത് ഫില്ല് ചെയ്യുക, ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ ഞാൻ കറക്കി കുത്തിയൊക്കെയാണ് ഇട്ടേക്കുന്നത്, കാരണം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മിക്കതിൻ്റെയും. അപ്പോൾ എക്സാമിൻ്റെ മാർക്ക് എങ്ങനെ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും മാർക്ക് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴത്തെയും പോലെ ഒരു 10 എരയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ സ്റ്റഡീസ് തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതൽ എനിക്ക് പറ്റത്തില്ല. 10 മണിയാകുമ്പോൾ തന്നെ തൂങ്ങാൻ തുടങ്ങുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്രയും വരെ പഠിച്ചിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 10 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരും, 10:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങിയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.